PCOS അഥവാ PCOD എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ഡിസോർഡറാണ്. അത് പൊതുവേ കാണുന്നത് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിലാണ്. 5 മുതൽ 10% വരെ ലേഡീസിൽ ഇത് കണ്ടുവരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെന്നാൽ, ഒന്ന് ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഇറഗുലർ പീരിയഡ്സ് ആണ്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ഹൈ എമൗണ്ട് ഓഫ് ആൻഡ്രജൻ, അതായത് മെയിൽ ഹോർമോൺസിൻ്റേതാണ്. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ പോളിസിസ്റ്റിക് ഓവറീസ്, അതായത് നമ്മുടെ ഓവറീസിൽ ഒരുപാട് സിസ്റ്റുകൾ അല്ലെങ്കിൽ സ്മാൾ ഫോളിക്കിൾസ് കാണപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത്. സിംറ്റംസ് ഓഫ് PCOD എന്തെന്നൊക്കെ വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ പറയണത് ഇറഗുലർ പീരിയഡ്സ് തന്നെയാണ്. അതായത് ഒരു വർഷത്തിൽ 8 പ്രാവശ്യത്തിൽ കുറവായിട്ട് പീരിയഡ്സ് ആവുക എന്നുള്ളത് വലിയൊരു ലക്ഷണമാണ് നമ്മുടെ പോളിസിസ്റ്റിക് ഒരു ഓവറി സിൻഡ്രോമിന്. അടുത്തത് പറയണത് എക്സസ് ആൻഡ്രജൻ തന്നെയാണ്. ഈ എക്സസ് ആൻഡ്രജൻ കൊണ്ട് ഫീമെയിൽസിൽ കാണുന്ന മുഖത്ത്, അതായത് ഫേഷ്യൽ ഹെയർ, പിന്നെ ബോഡി ഹെയർ ഒക്കെ അമിതമായി കാണുക എന്നുള്ള അടുത്ത ലക്ഷണം. പിന്നെ നമ്മുടെ ബോഡി സ്മെല്ല് കൂടുക, കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പട, അത് ഹെർസൂട്ടിസം എന്നൊരു കണ്ടീഷൻ പറയുക. അപ്പോൾ ഇതൊക്കെയാണ്. ദെൻ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഓവറിയിൽ കാണുന്ന എൻലാർജ്ഡ് ഫോളിക്കിൾസ് ആണ് ഇതിൻ്റെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കോസസ് പറയാം, നമ്മുടെ PCOD എന്തുകൊണ്ട് നമ്മൾക്ക് വരുന്നു എന്നുള്ളത്. ഒന്ന് മേജറായിട്ട് പറയുന്നത് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് അവിടെ മൊബിലൈസേഷൻ ഇല്ല, അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വളരെ ഫൈബർ ലെസ് ആയിട്ടുള്ള ഫുഡ്, അതായത് കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടുതൽ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ്, പിന്നെ കൂടുതൽ ഈ കൊക്കക്കോള പോലുള്ള, അതായത് എയറേറ്റഡ് ഡ്രിങ്ക്സ് പോലുള്ള സാധനങ്ങളുടെ അമിത യൂസും കൊണ്ടാണ്. പിന്നെ പറയണത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജെനറ്റിക്സ്, അതായത് ഓഫൺ റൺസ് ഇൻ ഫാമിലീസാണ്. വേറൊരു പ്രത്യേക ഒരു തരം ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മുടെ ഈ ഒരു PCOD ഉള്ള പേഴ്സൺസിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിന് ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് PCOD പോലുള്ള കണ്ടീഷനിൽ കാണുന്നതാണ് ശരിക്കും. അവർ ഭാവിയിൽ അതൊരു ഡയബറ്റിക് ഒരു പേഷ്യൻസ് ആവാനുള്ള ചാൻസ് കൂടുതലാകുന്നു. ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ, അതായത് എപ്പോഴും PCOD ഉള്ള ഒരു സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ, അതായത് ശരീരത്തിലൊരു ഇൻഫ്ലമേഷൻ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഈ പോളിസിസ്റ്റിക് ഓവറി കൂടുതൽ ആൻഡ്രജൻ പോലത്തുള്ള ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾക്കിത് എങ്ങനെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ്. ഡയഗ്നോസ് ഒന്ന് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഹോർമോണൽ സ്റ്റഡീസ് നടത്താം, അതായത് LH, FSH, ടെസ്റ്റോസ്റ്ററോൺ, ഇതിൻ്റെയൊക്കെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത നമ്മുടെ ഇതറിയുന്നത് നമ്മുടെ അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ട് വഴി നമ്മൾക്ക് നമ്മുടെ എത്രത്തോളം ഫോളിക്കിൾസ് എത്രത്തോളം വലുതാണ്, എങ്ങനെയാണ് നെക്ലേസ് പാറ്റേൺ ആണോ എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അൾട്രാസൗണ്ട് വഴി നമ്മൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത്, ഹെർസ്യൂട്ടിസം, ആക്നെ, മുഖത്ത് ഉള്ള ആക്നെ, ഇതുപോലുള്ള എല്ലാം, പിന്നെ അമിതമായിട്ടുള്ള വണ്ണം, ഇതെല്ലാം നമ്മൾക്ക് അറിയാൻ പറ്റും. പിന്നെ അടുത്ത ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതെല്ലാം ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെതിരെ എങ്ങനെ നമ്മൾക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ നമ്മുടെ മെയിൻ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ കുറച്ച് നമ്മളൊരു 30 to 40 മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ചെയ്യാമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തത് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കുക എന്നുള്ളതാണ്. എയറേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക, ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്സ് പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക, പറോട്ട പോലുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അതായത് പീരിയഡ്സ് ഉള്ള സമയത്ത് മാക്സിമം മൈദ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നത് എത്രയും നല്ലതാണ്. അത് സിസ്റ്റ് ഫോർമേഷന് കാരണമാകുന്നു. സോ അത് മാക്സിമം ഒരു 1 to 4 ഡേയ്സിൽ പീരിയഡ്സിൻ്റെ സമയത്ത് മാക്സിമം മൈദ ഒഴിവാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനിൽ കാണുന്ന ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ട്രെസ് റിലീഫ് വളരെ പ്രധാനപ്പെട്ടാണ്. ചിലവർക്ക് ചിലപ്പം ലൈഫ് സ്റ്റൈൽ കൊണ്ട് അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കാണത്തില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ട്രെസ് റിലീഫ് കൊടുത്താൽ തന്നെ ചിലപ്പോൾ പീരിയഡ്സ് ആവുന്ന പേഷ്യൻസ് കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. ആയുർവേദത്തിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ഒരു ശോധനം എന്നുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഒരു 100% റിസൾട്ട് നമ്മൾക്ക് PCOD എന്നുള്ളൊരു കണ്ടീഷന് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഡയറ്റ് കാണും, നമ്മുടെ ആയുർവേദിക് തെറാപ്പീസ് ലൈക്ക് പഞ്ചകർമ്മ തെറാപ്പീസ് കാണും, പിന്നെ നമ്മൾ യോഗ പോലുള്ള കാര്യങ്ങൾ
യോഗ തെറാപ്പീസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി വളരെ ഫലപ്രദമായിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് ലൈക്ക് കഷായങ്ങൾ, ഗുളികകൾ വഴി നമ്മളിതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. പഞ്ചകർമ്മ തെറാപ്പിയിൽ തന്നെ നമ്മൾക്ക് പൗഡർ മസാജ്, ഉദ്വർദ്ധനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പിഴിച്ചിലുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സ്റ്റീം ബാത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വസ്തികൾ, പല ടൈപ്പ് വസ്തികൾ നമ്മൾക്ക് കഷായ വസ്തി, സ്നേഹവസ്തി പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 2 തരം PCOD നമ്മൾക്കുണ്ട്. അതായത് ഒബീസ് PCOD ഉണ്ട്, ലീൻ PCOD ഉണ്ട്. ഒബീസ് PCOD കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അതേസമയം ലീൻ PCOD വളരെ പാടുള്ളതും അത് കൂടുതലും നമ്മളുടെ ഒരു ഹോർമോൺ പരമായിട്ടുള്ള പിന്നെ സ്ട്രെസ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ലീൻ PCODക്ക് കൂടുതൽ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക വെച്ചാൽ ഒരു സ്ട്രെസ് റിലാക്സേഷൻ മെത്തേഡിൽ ചെയ്യുന്ന ലൈക്ക് അതിൽ ശിരോധാര പോലുള്ള കാര്യങ്ങൾ വളരെയേറെ ഗുണം ചെയ്യാൻ പറ്റുന്നതാണ്. ഒബീസ് PCOD നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡയറ്റ്, നമ്മുടെ പഞ്ചകർമ്മ തെറാപ്പീസ്, യോഗ തെറാപ്പി പോലുള്ള വഴി നമ്മൾക്ക് മാറ്റാവുന്നതാണ്.